നമസ്കാരം. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഊബർ ഈറ്റ്സ്, സുമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരെ ബഹിഷ്കരിക്കാൻ ഹോട്ടൽ ഉടമകൾ. ഇത്തരം ഭക്ഷണ വിതരണക്കാർക്ക് ശനിയാഴ്ച മുതൽ ഭക്ഷണം നൽകേണ്ട എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ തീരുമാനം. ഓൺലൈൻ വിതരണക്കാർ ഹോട്ടൽ വ്യവസായത്തെ തകർക്കും എന്നാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. തൊഴിലാളികളുടെ പണി പോകും. ഹോട്ടൽ വ്യവസായം ഊബർ അടക്കമുള്ള വൻകിടക്കാരുടെ കൈകളിലേക്ക് ഒതുങ്ങും. ടാക്സി സേവനം ഇതിന് തെളിവാണെന്നും ഇവർ പറയുന്നു. ഈ ആശങ്ക ശരിയാണോ? വിരലൊന്ന് അമർത്തിയാൽ വീട്ടിൽ ഭക്ഷണം എത്തുന്നത് നമുക്കും സൗകര്യമല്ലേ? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഓൺലൈൻ ഭക്ഷണം ബഹിഷ്കരിക്കേണ്ടതുണ്ടോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോയിലൂടെയും പ്രതികരണം അറിയിക്കുക. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൈജു കിളിമാനൂരിൽ നിന്നുമാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ബൈജുവിന്റെ അഭിപ്രായത്തിൽ എന്തു തോന്നുന്നു? ഓൺലൈൻ ഭക്ഷണം, ഊബർ, അതോടൊപ്പം തന്നെ സൊമാറ്റോ പോലെയുള്ള മറ്റ് ഭക്ഷണ ശൃംഖലകളുണ്ടല്ലോ, ഓൺലൈൻ ഭക്ഷണ ശൃംഖലകൾ. ഇത്തരം ഭക്ഷണ ശൃംഖലകൾ ബഹിഷ്കരിക്കേണ്ടതുണ്ടോ? എന്താണ് അഭിപ്രായം? ബൈജു കേൾക്കാമോ? ബൈജുവിന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ടെസ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ടെസ കേൾക്കാമോ? കേൾക്കാം. ടെസയുടെ അഭിപ്രായത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ? ഇത് ബഹിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അത്യാവശ്യം വന്നാല് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാമല്ലോ. അപ്പൊ നമ്മള് ഇപ്പം എല്ലാവരും തന്നെ ഞാനൊക്കെ ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോ നമുക്ക് അത്യാവശ്യം വരുമ്പോ ഞാനൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാ. ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത് ഒന്ന്, ഈ ഓൺലൈൻ ഇപ്പോൾ ഊബറിനാണെങ്കിലും സൊമാറ്റോയ്ക്കാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഇവർ കമ്മീഷൻ നൽകേണ്ടി വരുന്നു ഭക്ഷണത്തിന്. അതോടൊപ്പം തന്നെ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോംബോ ഓഫറുകൾ, അല്ലെങ്കിൽ 2 ബിരിയാണിക്ക് 79 രൂപ, അങ്ങനെയൊക്കെയുള്ള ഓഫറുകളുണ്ടല്ലോ. അതിനൊക്കെ ഈ ഹോട്ടൽ ഉടമകൾ കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നു. അവരാണ് ഇതൊക്കെ ഈ ഭാരമെല്ലാം വഹിക്കേണ്ടി വരുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓ, അങ്ങനെയല്ലേ? ഞങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാളും നമുക്ക് മെച്ചം ഇതാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് വെളിയിൽ ഇറങ്ങണ്ട, ഇവിടെ ഇരുന്നാൽ മതി. നമ്മൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ സാധനം ഇവിടെ എത്തും. മഴയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്. അതെ അതെ, റൈറ്റ്. വളരെയധികം നന്ദി. ടെസയാണ് സംസാരിച്ചത്. ശ്രീ ഷാജി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഷാജി വിളിക്കുന്നത്. ഷാജി പറഞ്ഞോളൂ. ഹലോ സാറേ, ഇപ്പൊ ടെസ പറഞ്ഞതുപോലെ ഇത് സത്യത്തിൽ ഒരു സൗകര്യം തന്നെയാണ്. സാധാരണക്കാർക്കും ഒരു പരിധിവരെ പെട്ടെന്ന് ജോലിയെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാർ, വെക്കരുത് കേട്ടോ. എനിക്ക് പരിചയമുള്ള 1-2 ചെറുപ്പക്കാർ കോളേജിലെ പഠനം കഴിഞ്ഞിട്ടുണ്ടല്ലോ. പഠനം കഴിഞ്ഞ് ഉടനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ ചീർപ്പാഞ്ഞ് നടന്നവർ ഒരു ജീവിതം തന്നെ പുലർത്തുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ കുടുംബജീവിതം പുലർത്തുന്ന അനേക വിദ്യാർത്ഥികളാണ് ഇതിനകത്തുണ്ട്. അവരെല്ലാം കരുതി ഇത് നിർത്തണോ സാറേ? നിർത്തേണ്ട കാര്യമില്ലെന്നാണ് ഷാജി പറഞ്ഞത്. ശരിയാണ്. പ്രത്യേകിച്ച് ഇതിൽ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഷാജി പറയുമ്പോഴാണ് ഓർക്കുന്നത്. കാരണം ഈ വൈകുന്നേര സമയത്താണ് ഈ പഠനം കഴിഞ്ഞ് വന്നിട്ടുള്ള, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഒക്കെ ഈ 4 മണി മുതൽ രാത്രി 10-12 മണി വരെയാണ് ഈ സർവീസിന് നിൽക്കുന്നത്. ഈ സമയം എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന്, ഇതിലേക്കൊക്കെ ഇവർ പോകാതിരിക്കാനും കൂടെ സഹായിക്കും. ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ സാറ് പറഞ്ഞ കറക്റ്റാ. ഈ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തില് ഒരു ചെറുപ്പക്കാർ കുടുംബജീവിതം പുലർത്താൻ വേണ്ടി മാത്രമല്ല സാറേ, ഇത് അവർക്ക് അവരെ സംബന്ധിച്ച് ഞാൻ 1-2 ചെറുപ്പക്കാരോട് സംസാരിച്ചിട്ടുള്ളതാണ്. അവർ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ പാലായി, അതുപോലെ കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ പല ജില്ലകളിലുള്ള ആൾക്കാർ നമ്മുടെ എറണാകുളത്ത് പ്രത്യേകിച്ച് വൈറ്റിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് താമസിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാർ വൈറ്റിലെ ഭാഗത്ത് ഇപ്പൊ സാറ് വെറുതെ ഒന്ന് പറ്റും, അവിടെ നിൽക്കുന്നത് കാണാം. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ പറയണ പോലെ അവരെ കൈനത്തിന് കൃത്യമായിട്ട് ഭക്ഷിക്കുക എന്ന് മാത്രമല്ല, അവരുടെ കുടുംബജീവിതം, വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ വൈകുന്നേര സമയങ്ങളിലും അതുപോലെ കോളേജിൽ വിട്ട് വന്നിട്ട് നിരാശ, അതുപോലെ ദുഃഖം പോലെയുള്ള സ്ഥാനങ്ങൾ മാറ്റിമറിക്കാൻ മദ്യമായിട്ട് ഇവർ സിനിമാശാലകൾക്ക് പോകാതെ അവർ ഈ ഉത്തരവാദിത്തത്തിലേക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ഉടമകളോട് അഭ്യർത്ഥിക്കാനുള്ള ദയവ് ചെയ്ത് അവരെ പ്രതി ഇത് നിർത്തരുതും. അതുപോലെ തന്നെ നിർത്തിയാണെങ്കിൽ ഇതിന് നടക്കുന്ന വിദ്യാർത്ഥികൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർ
സ്വന്തമായിട്ട് തന്നെ പാകം ചെയ്തുകൊണ്ട് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഒരിക്കലും ഒരു വറിയിടാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. ഷാജിയാണ് വിളിച്ചത്. ഇതോടൊപ്പം തന്നെ ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ടാക്സി സർവീസ് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഊബർ, ടാക്സി, ഓല ഇതെല്ലാം വരുന്ന സമയത്ത് കഴിഞ്ഞ് നമ്മൾ എല്ലായിടങ്ങളിലും കാണുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്. ആദ്യം വലിയ ഓഫർ കൊടുത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു, അതിനുശേഷം ഓഫറുകൾ പിൻവലിക്കുന്നു. അപ്പോഴേക്കും ആളുകൾ പലപ്പോഴും ഈ ഊബർ ഇതെല്ലാം ഉപയോഗിച്ച് ആ ഒരു ശീലത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ മറ്റ് ടാക്സികൾക്ക് ജോലി ഇല്ലാതാകുന്നു എന്ന് അത് ഹോട്ടൽ വ്യവസായത്തിലേക്കും പ്രതിഫലിക്കാം എന്നുള്ളൊരു ആശങ്ക കൂടി ഹോട്ടൽ ഉടമകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചിറയിൻ കീഴിൽ നിന്ന് സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നു. സുരേഷ്, പറയൂ അഭിപ്രായം. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് യൂബർ പോലുള്ള വൻകിട കമ്പനികൾ നമ്മുടെ സാധാരണക്കാരായ ഹോട്ടൽ ജീവനക്കാരെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ യൂബർ പോലുള്ള വൻകിട കമ്പനികൾ നമ്മുടെ സാധാരണക്കാരായ ഹോട്ടൽ ജീവനക്കാരെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ വളർന്ന് വലുതായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അവർ ഒരുപാട് ഓഫറുകളെല്ലാം വെക്കും. അതിനുശേഷം ഈ കസ്റ്റമേഴ്സും ജനങ്ങളും ഹോട്ടലിൽ പോവാതെ നേരെ ഇവരെ ആശ്രയിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇവർ ഇതിൽ മൊണോപ്പൊളി സ്ഥാപിക്കുകയും മറ്റ് ഹോട്ടലിൽ പോകുന്ന അല്ലെങ്കിൽ ഹോട്ടലിനെ ആശ്രയിച്ച് സാധാരണ ഹോട്ടലിനെ ആശ്രയിച്ച് കഴിയുന്ന ജീവനക്കാർക്കും മറ്റും ഇത് തടസ്സം, അവരുടെ വളർച്ചയ്ക്കും അവരുടെ വരുമാനത്തിനും ഭംഗമുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ശ്രീ സുരേഷ് പറയുന്നത് പോലെ കുറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുള്ള ഒരു നല്ല വശം ഇതിലുണ്ട്. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രം പിടിച്ചു നിൽക്കാവുന്ന സാഹചര്യം വരികയും ചെയ്യും. ഇതിൽ ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അവരുടെ തൊഴിലാളികളുണ്ടല്ലോ, ഹോട്ടലുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതെ 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 ഞാൻ അവരുടെ ഹോട്ടൽ ഉടമകളുടെ ഒരു അഭിപ്രായത്തോട് യോജിച്ചു വരികയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. രാഹുൽ കൂടിയുണ്ട് നമ്മളോടൊപ്പം. ശ്രീ രാഹുൽ, പറഞ്ഞോളൂ. അത് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ രണ്ട് വശങ്ങളെയും നാം പരിശോധിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഇത് തൊഴിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊരു തൊഴിലല്ല മറ്റേ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ ഹോട്ടൽ ഉടമ സ്ഥിരമായ തൊഴിലാണ് അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. ആ സാഹചര്യം അവരെ ശരിക്കും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടിയാണെങ്കിൽ മറ്റുള്ള ഹോട്ടൽ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ട് ഹോട്ടലിൽ നിൽക്കുന്ന സാഹചര്യമാണ്. റൈറ്റ്, വളരെയധികം നന്ദി രാഹുൽ. പ്രീതി കൂടി എറണാകുളത്തൊന്നും ചേരുന്നുണ്ട്. ശ്രീമതി പ്രീതി, ഈ കുറെ പേർക്ക് തൊഴിൽ നൽകുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ തൊഴിൽ ഒരു സ്ഥിരത ഉള്ള തൊഴിലല്ല, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാവുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ യുവാക്കൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് കൂടുതൽ അപകടമുണ്ടാക്കാനും ഇടയാകും. കാരണം അവർ മറ്റു ജോലിക്ക് ശ്രമിക്കാതിരിക്കുകയും ഒരു ഘട്ടത്തിൽ ഈ ജോലി ഇല്ലാതാകുമ്പോൾ തൊഴിൽ രഹിതരായി മാറുന്ന സാഹചര്യവും വരും. ഈ ഓൺലൈൻ ഭക്ഷണ സംവിധാനത്തെ ബഹിഷ്കരിക്കുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് ശനിയാഴ്ച മുതൽ. അതിനോട് പ്രീതിയുടെ അഭിപ്രായം എന്താണ്? ആക്ച്വലി ഇത് വളരെ നല്ലൊരു ഇതാണ്. കാര്യം ഞങ്ങൾ ഗേൾസിനെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം ഹോട്ടലിൽ പോകാതെ തന്നെ ഫുഡ് ഓൺലൈൻ വഴി നമുക്ക് സർവീസ് വീട്ടിലെത്തും. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ജോലി, കാര്യം അവർക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഇത് പോക്കറ്റ് മണിയാണ്. പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലിയും നോക്കാം. അവർക്ക് ആക്ച്വലി എല്ലാവരും ഇതൊരു പ്രൊഫഷനായിട്ടൊന്നും എടുക്കില്ല സ്റ്റുഡൻസ്. അവർക്ക് പഠിക്കുമ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസയാണ് അവർ ഇതിൽ നിന്ന് കണ്ടെത്തുന്നത്. ഒരു തൊഴിൽ എന്നുള്ളതിനേക്കാൾ ഈ പഠിക്കുന്ന സമയത്തുള്ള ഒരു പോക്കറ്റ് മണി, ഒരു വരുമാനം, ആ രീതിയിൽ മാത്രമേ എല്ലാവരും ഇതിൽ കാണുന്നുണ്ടാവുകയുള്ളൂ. അതെ. പക്ഷേ ഈ ഹോട്ടൽ ഉടമകൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണം ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഹോട്ടലുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു ശീലം വന്ന് ഈ ഹോട്ടലുകൾ ഭക്ഷണം കൊടുക്കാതെയാകുന്ന സമയത്ത് കോമൺ കിച്ചൺ, ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഊബർ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെയുള്ള വലിയ കിച്ചൺ തുടങ്ങുകയും അവിടെ നിന്ന് ഇവർ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹോട്ടലുകൾ പൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു ആശങ്കയാണ് ഈ ഹോട്ടലുകൾ പറയുന്നത്. ശരിക്കും നല്ല ഫുഡ്, നമ്മൾ ഏത് ഹോട്ടലുകാരും നല്ല ഫുഡ് അവർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടില്ല. നല്ല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്നും ആ കസ്റ്റമേഴ്സ് അവരുടെ ഹോട്ടലിൽ തന്നെ വരും. റൈറ്റ്, വളരെയധികം നന്ദി. പ്രീതിയാണ് എറണാകുളത്തൊന്നും. ശ്രീ പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ് പറയൂ. പ്രദീപ് കേൾക്കാമോ? പ്രദീപ് പറഞ്ഞോളൂ.
അല്ല, ഞാൻ സാറ് ചോദിച്ചത് കേട്ടില്ല. എന്നിരുന്നാലും ആശയം വെച്ചാണെങ്കിൽ ഇതിൽ ശ്രീ പ്രദീപ്, ഈ ഊബർ ഈറ്റ്സ് അതുപോലെ തന്നെ മറ്റുള്ള സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഭക്ഷണ സംവിധാനത്തെ ഹോട്ടലുകൾ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പറയുന്നത്. ശനിയാഴ്ച മുതൽ ഇങ്ങനെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ പറ്റാതെ വരുന്നു, ഈ ഹോട്ടലുകളിലേക്കുള്ള വരുമാനം കുറയുന്നുണ്ട്, ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് വലിയ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നൊക്കെയാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. എന്തു തോന്നുന്നു സാർ? അത് തികച്ചും അടിസ്ഥാനപരമായി തെറ്റായൊരു കാര്യമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾ പറയുന്നത്. ഞാനൊരു ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അബ്രോഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എനിക്കറിയാം, ഏതൊരു വികസിത രാജ്യത്തും അതേപോലെ തന്നെ ഡെവലപ്പ് ആവുന്ന ഏതൊരു സിറ്റിയിലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവും. കാരണം ജനങ്ങൾ മോർ കംഫർട്ടബിൾ ആണ് നോക്കുന്നത്. നേരത്തെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് അവരെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ അതിനകത്ത് കുറെ കൂടെ എനിക്ക് തോന്നുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ക്വാളിറ്റി അവർ കുറെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് സർവീസ് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ഒരു ഫാമിലി ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹൈ കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലാവുന്നുണ്ട്. അത് ഇറ്റ്സ് ഓക്കെ, അതും വിഷയമല്ലെങ്കിൽ സാർ, അത് ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു 3 സ്റ്റാർ റെസ്റ്റോറന്റിന് മേലെയുള്ളതാണ്. ഇടത്തരം റെസ്റ്റോറന്റുകളൊന്നും ഇത് ശരിക്കും ബാധിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ലൊരു ലോബി ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്, ഈ പറയുന്ന റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ലോബിയുണ്ട്. ശരി, അതാണ് ഇതിന്റെ ഒരു വലിയ വഴി. ഇത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഒരു പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് ഇത് ചെയ്യുന്നില്ല. വളരെ നല്ലതല്ലേ ആ പഠിത്തത്തിന്റെ ഇടയ്ക്ക് തന്നെ. റൈറ്റ് പ്രദീപ്, വളരെയധികം നന്ദി. ശ്രീ ജയൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് എവിടെ? തിരുവനന്തപുരത്ത് വഴുതക്കാട്. ഇപ്പോൾ വഴുതക്കാടൊക്കെ നമ്മൾക്ക് ഇത് വൈകുന്നേരമായാൽ വളരെ നന്നായിട്ട് കാണുന്നതാ. ഇത്തരത്തിലുള്ള ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരുടെ 2 വീലറിൽ വരുന്ന ഡെലിവറി ബോയ്സിനെ നമ്മൾക്ക് ഇഷ്ടംപോലെ കാണാം, വഴുതക്കാടാണെങ്കിലും തൈക്കാടാണെങ്കിലും ഒക്കെ. കാരണം അത്രത്തോളം ഈ ഒരു ദിവസം നമ്മൾ കാണുന്ന 5 പേരെ ആണെങ്കിൽ പിറ്റേ ദിവസം അത് 7 or 8 ആകുന്നു, വീണ്ടും അത് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇത് അത്രത്തോളം കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാകില്ല ഇതിങ്ങനെ വർദ്ധിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ ജയൻ. യൂബർ പോലുള്ള വിദേശ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ജോലി അടുപ്പിച്ചിട്ട് അവർക്ക് ഇവരിൽ നിന്നുള്ള ഒരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് യൂബർ ടാക്സി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ അവർക്ക് ഒരു ടാക്സി പോലും ഇല്ലാതെ ഏകദേശം അവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും ഉണ്ടാക്കുന്നതിന് 25% അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം ഹോട്ടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവര് ഹോട്ടൽ മേഖലയിൽ നിൽക്കുന്നവരിലൊപ്പം സാധാരണ ഉള്ള എമൗണ്ടിനെക്കാളും കുറച്ച് എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇവര് മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വിദ്യാർത്ഥികളായവർക്ക് ഇത് ഒരു ഉപകാരപ്രദമാണെങ്കിൽ പോലും ഒരു മേഖലയെ തകർത്തുകൊണ്ട് ഇവരെ ഇടനിലയിലാക്കിക്കൊണ്ട് അവർ തന്നെയാണ് ഇത് വിദേശങ്ങളിലേക്ക് പണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെയധികം നന്ദി ജയൻ. ഷെറിൻ കൂടി ചേരുന്നുണ്ട്. ഷെറിൻ പറയൂ. ഈ യൂബർ പോലുള്ള ഒരു പ്രസ്ഥാനം നേരത്തെ ഇവിടെ ഇപ്പൊ കേരളത്തിൽ വന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ ഈ പറയുന്ന പോലെ ടാക്സി അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ നേരത്തെ സർവീസ് നടത്തിയിരുന്നു. അതിലും ഈ പറയുന്ന പോലെ ഇവിടുത്തെ ആൾക്കാർക്ക് വിയോഗമായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും അവർ പുതിയൊരു പ്രസ്ഥാനം കൊണ്ടുവന്നു ഈ ഫുഡിന്റെ എന്നുള്ള രീതിയിൽ. അതും ഈ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ എല്ലാം പ്രയോജനകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പറയുന്നത് പോലുള്ള അപകടം ഇതിലില്ല എന്നാണ് ഷെറിന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു മനുഷ്യനും ആവശ്യം എന്നുള്ള രീതിയിൽ ഫുഡ് കാര്യങ്ങൾ ഏതൊരു സമയത്തും എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സംവിധാനം പുതിയതായിട്ട് കൊണ്ടുവന്നു. ഓരോ ആപ്ലിക്കേഷൻസും പുതിയതായിട്ട് വരുന്നുണ്ട്. പുതിയ ആപ്ലിക്കേഷൻസ് ആണ് ഓരോ നിരക്കിലും വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിക്ക് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും വരുന്നുണ്ട്. അത് പുതിയ ഇത് വരുന്ന കാരണം നമുക്ക് കൂടുതലായിട്ടും അതിനെപ്പറ്റി അറിയാനും അതിനുള്ള ഫുഡിങ്ങിന് വേണ്ടിയിട്ടും അതിന് പല ടേസ്റ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. വളരെയധികം നന്ദി ഷെറിൻ, വളരെയധികം നന്ദി. ഏതായാലും താങ്കൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് പ്രേക്ഷകരുണ്ട്, ഹോട്ടൽ ഉടമകളുണ്ട്, നമ്മൾ അവരിലേക്ക് വരാം. പൊതുവേദി തുടരുന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലകൾക്ക് ഭക്ഷണം നൽകേണ്ട എന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ തീരുമാനം. ശനിയാഴ്ച മുതൽ ഭക്ഷണം നൽകില്ല, കാരണം ഹോട്ടൽ വ്യവസായത്തെ ഇത് തകർക്കും എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശനിയാഴ്ച മുതൽ ഭക്ഷണം നൽകേണ്ട എന്ന് ഹോട്ടലുകൾ തീരുമാനിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് എങ്ങനെ ഈ ഓൺലൈൻ വ്യവസായം നിലനിൽക്കും, അങ്ങനെ ഓൺലൈൻ വ്യവസായം നിലനിൽക്കുന്നത് ഹോട്ടലുകളെ ബാധിക്കും എന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഈ വിഷയമാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഓൺലൈൻ ഭക്ഷണം ബഹിഷ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കും വിളിക്കാം. നാസർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാസർ, കേൾക്കാമോ? നാസർ, കേൾക്കാമോ? കേൾക്കാം. പറയൂ. എന്താണ് നാസറിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ? ഇപ്പോ എറണാകുളത്താണ് ഓൺലൈൻ ബിസിനസ് ഏറ്റവും കൂടുതലുള്ളത്. 3 ജില്ലകളിലാണ് കേരളത്തിലുള്ളത്. അതിലെ കോഴിക്കോട് അത് ലോഞ്ച് ചെയ്തിട്ടുള്ള എറണാകുളത്തുണ്ട്, കൊല്ലത്ത്, തിരുവനന്തപുരത്തുണ്ട്. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ഒരു നെല്ലിക്കയുടെ മറുസ്വഭാവമാണ്. ഇപ്പൊ ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നീടൊക്കെ കഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ നാസർ, ഇതിൽ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്താണ്? ആശങ്ക എന്താ വെച്ചാൽ ഇത് ബാംഗ്ലൂരും മറ്റും ഇവർ സ്വന്തം കിച്ചൺ തുടങ്ങാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റമർ ഇവരെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഡിമാൻഡ്സിലൂടെ നമ്മൾ കച്ചവടം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇവിടെ ഓൺലൈൻ ടാക്സി വന്നപ്പോൾ 45 രൂപയ്ക്കും 50 രൂപക്കും 90 രൂപക്കും 110 രൂപക്കും ഓടിയിരുന്നപ്പോൾ ഇപ്പോൾ അത് ശക്തമായ വില ഈടാക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻസിലേക്ക് ഇത് 1 മാസമോ 2 മാസമോ 3 മാസമോ കഴിഞ്ഞാൽ വരാൻ സാധ്യത 100% ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ 30% കമ്മീഷനും 15% GST ഞങ്ങളിൽ നിന്ന് പോകുന്നുണ്ട് ഹോട്ടലുകാരിൽ. അല്ല, ഇത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നാസർ. 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്നത് പോലെ തന്നെ ഊബർ ഈറ്റ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൊമാറ്റോയിലോ ഒക്കെ നിങ്ങളുടെ ഹോട്ടൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിന് പൈസ കൊടുക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾ പൈസ കൊടുക്കാനും ഞങ്ങളുടെ പൈസയിൽ നിന്ന് 30% കമ്മീഷൻ കൊണ്ട് ഊബറിലെ എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള കമ്മീഷൻ കിട്ടണം. ഇപ്പോൾ ഊബർകാര് ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ, എറണാകുളം ജില്ലയിലേക്ക്. കാരണം ഇപ്പോൾ ഒരു നഷ്ടത്തിലാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന 90 രൂപയുടെ 100 രൂപയുടെ 120 രൂപയുടെ ബിരിയാണി അവരത് 58 രൂപക്കും 60 രൂപക്കും കസ്റ്റമറിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഞങ്ങളെ തകർക്കാനുള്ള ലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കസ്റ്റമർ കംപ്ലീറ്റ് അവരെ കയ്യിലായി കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണം സെർവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അല്ല, ഇതിൽ നാസർ മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ഏതെങ്കിലും ഓഫർ ഉള്ളതിന് മാത്രമല്ലേ ഇങ്ങനെ വില കുറച്ച് അവർ നൽകുന്നുള്ളൂ? 2 ബിരിയാണിക്ക് 150 രൂപ എന്നൊക്കെ പറഞ്ഞ് ഓഫർ ഉള്ളതിന് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ? അല്ലാത്തതിന് വില കൂടുതലല്ലേ നിങ്ങളെക്കാൾ? പ്രത്യേകിച്ച് ഒരു ഇഡ്ഡലിക്ക് 16 രൂപ വരെ വാങ്ങുന്നു എന്നാണ് അറിയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം എന്റെ റെസ്റ്റോറൻറ്റിൽ ഓഫർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. എന്റെ കടയിൽ നിന്നും 58 രൂപ 60 രൂപക്കാണ് ബിരിയാണി കസ്റ്റമർക്ക് എത്തുന്നത്. ഞാൻ കൊടുക്കുന്നത് 100 രൂപയ്ക്കാണെങ്കിലും കസ്റ്റമറുടെ കയ്യിൽ 58 രൂപക്കും 60 രൂപക്കും അതെനിക്ക് ഉറപ്പാണ്. കാര്യം ഒരുപാട് പേര് വരുന്ന കടയിൽ വന്ന് കഴിച്ചുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് മിക്കത് ഇപ്പൊ കടകളിലേക്ക് വരുന്നില്ല. അല്ല, പക്ഷേ ഉപയോക്താക്കൾക്ക്, ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ആദായമല്ലേ? അതിപ്പോ അതായത് കുറഞ്ഞ ദിവസങ്ങളെ അതുണ്ടാവും. അത് നിലനിന്ന് പോകുന്ന കാര്യമല്ല. സാറിന് ഒന്ന് കണക്കൂട്ടി നോക്കി എത്ര ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു കമ്പനിക്ക്? അവർ ലാഭമാണല്ലോ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ലാഭമില്ലാത്തൊരു ബിസിനസ് ആരും ചെയ്യില്ലല്ലോ. വളരെയധികം നന്ദി. ശ്രീ നാസർ ഹോട്ടൽ ഉടമയാണ്, എറണാകുളത്തു നിന്നുമാണ് അദ്ദേഹം സംസാരിച്ചത്. ശ്രീ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ അഭിപ്രായം ഇക്കാര്യത്തിൽ. സ്വന്തമായി ഒരു കാർ പോലും ഇല്ലാത്ത യൂബർ, പിന്നെ സ്വന്തമായി ഒരു ബാങ്ക് പോലും ഇല്ലാത്ത പേടിഎം, പിന്നെ സ്വന്തമായി ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത ഓരോ അടക്കമുള്ള ഗ്രൂപ്പുകൾ ലോകം കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോ യൂബർ ഇവിടെ വന്ന സമയത്ത് തദ്ദേശീയരായിട്ടുള്ള ടാക്സി ഡ്രൈവർമാർ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നതും ഇഷ്യൂ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം ഒരു സമീപ ഭാവിയിൽ തന്നെ ഉടൻ തന്നെ അവരത് സെറ്റിൽ ചെയ്തു. അതിനുശേഷം യൂബർ ഇവിടെ വളരെ വ്യാപകമായി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു രീതിയിൽ ഇവർ അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്തരം സൗകര്യങ്ങളിൽ ആകൃഷ്ടരായി ഇതില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊരു സാഹചര്യമാകുമ്പോൾ ഇവരുടെ ടേംസ് ഇവര് അവിടെ പുതുതായിട്ട് വെക്കും. പിന്നെ അതിനനുസരിച്ച് അത് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി തീരും. ഇത് തന്നെയാണ് ഈ കുത്തകകളുടെ ലോകമെമ്പാടുമുള്ള ഒരു സ്വഭാവം. ശരിക്കും നേരത്തെ ശ്രീ നാസർ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ വില കുറച്ച് കൊടുക്കുമായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കിനി ഇതില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ സൗകര്യത്തിൽ കൂടുതൽ അങ്ങ് അഭിരമിക്കുമ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലവ് കൂടുതൽ കൊടുക്കേണ്ടി വരും. വളരെയധികം നന്ദി. ശ്രീ പ്രശാന്ത് തിരുവനന്തപുരത്തു നിന്നുമാണ് സംസാരിച്ചത്. നൂറുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ നൂറുദ്ദീൻ, ഹോട്ടൽ ഉടമ മുൻപ് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടു, കാരണം ആളുകൾ ഹോട്ടലുകളിലേക്ക് വരുന്നത് തന്നെ കുറയുന്നു.
വീട്ടിലിരുന്ന് ആളുകൾക്ക് വിരലമർത്തിയാൽ ഭക്ഷണം മേശപ്പുറത്ത് എത്തുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ ആളുകൾ 10 രൂപ കൂടിയാലും അവരുടെ സൗകര്യങ്ങളിലേക്ക് ഒതുങ്ങുന്നു. അത് ഹോട്ടൽ വ്യവസായത്തെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. നൂറുദ്ദീന് എന്തു തോന്നുന്നു? എനിക്ക് തോന്നുന്നത്, ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, 10 വർഷമായിട്ട് ഇവിടെയാണുള്ളത്. ഇപ്പോ കേരളത്തിലൊക്കെ യൂബർ ഈറ്റ്സ് അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ എന്നത് എന്റെ അഭിപ്രായത്തിൽ അടുത്ത കാലത്താണ്. എന്നാൽ ചെന്നൈയിലൊക്കെ വന്നിട്ട് ഏകദേശം 5 വർഷം 6 വർഷത്തോളൊക്കെ ആയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതില് വലിയൊരു മാറ്റം ഞങ്ങൾക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ശരിക്കും ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആണെന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അദ്വൈത് കൂടി ചേരുന്നു. തലശ്ശേരിയിൽ നിന്നുമാണ് അദ്വൈത് വിളിക്കുന്നത്. അദ്വൈത്, ഇങ്ങനെയാണ് പലരും പറയുന്നത്. കാരണം ഒരു മഴയുണ്ടെങ്കിൽ നമ്മുടെ റോട്ടിലൊക്കെ വെള്ളം പൊങ്ങും, ചെളിയായിരിക്കും, പോകാൻ കഴിയില്ല. ആ സമയത്ത് ഭക്ഷണം ഓർഡർ ചെയ്താൽ നേരെ ചൂടോടുകൂടി വീട്ടിലെത്തുന്നു. 10 രൂപ കൂടിയാലും അതിൽ തെറ്റില്ല എന്ന് പലരും പറയുന്നു. പക്ഷേ ഹോട്ടൽ ഉടമകൾ പറയുന്നു ഇത് പേടിക്കേണ്ടതാണ് എന്ന്. അദ്വൈതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്? സാർ, ഞാൻ യൂബർ ഈറ്റ്സുമായിട്ടാണ് വളരെയധികം യോജിക്കുന്നത്. കാരണം ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എനിക്കിത് വളരെ ഉപകാരപ്രദമാണ്. ഞാനിത് പാർട്ട് ടൈം ആയിട്ട് എന്റെ കോളേജിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇത് പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. അവർക്കൊരു നല്ലൊരു വരുമാനം മാസാവസാനമായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചോളം, എന്റെ കോളേജിനെ സംബന്ധിച്ചോളം ഒരുപാട് നല്ല ഇതാണ്. ശരിയാണ് അദ്വൈതിനെ പോലുള്ള ഒട്ടേറെ ആളുകൾ ഇപ്പോൾ വൈകുന്നേരം ഈ ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടെ ഈ പറയുന്ന ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിനൊക്കെ അടുത്തുള്ള ഹോട്ടലുകളിലൊക്കെ ഇത് നമ്മൾ കാണാറുണ്ട്. അദ്വൈത് എപ്പോഴാണ് ഈ ജോലിക്ക് സാധാരണ പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറുള്ളത്? എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഒരു ദിവസം ഒരു ശരാശരി എത്ര രൂപ അദ്വൈതിന് കിട്ടാറുണ്ട്, ഒരു ആവറേജ്? സാറേ, ഞാനല്ല, എന്റെ സുഹൃത്താണ്. ഞാനിത് വേറൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് സുഹൃത്ത് എന്താണ് പറയുന്നത് അതേക്കുറിച്ച്? അവനിപ്പോ ഒരു 9,000-ഓളം മാസം സാലറി കിട്ടുന്നുണ്ട്. പിന്നെ കോളേജിൽ ഒരു പ്രൈവറ്റ് കോളേജ് ആകുമ്പോൾ ഒരു 1.5 ലക്ഷത്തോളം ഫീസ് അടക്കാനുണ്ടാവും. അപ്പൊ അതില് ഇത് ഒരു മാസ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ശമ്പളം കോളേജിലേക്ക് അടച്ച് നല്ലൊരു പാർട്ട് ടൈം വരുമാനം ആകുന്നുണ്ട്. ശ്രീ അദ്വൈതാണ് സംസാരിച്ചത്. തലശ്ശേരിയിൽ നിന്നും ഷാജി കൂടി ചേരുന്നു. ഷാജി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ഷാജി. സാറേ, ഇത് ശരിക്കും നേരത്തെ വന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ വന്ന ഓൺലൈൻ ടാക്സ് പോലെ തന്നെയുള്ള സംഭവങ്ങളാണിത്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ഭീമൻ മാളുകൾ ഇവിടെ വന്നു. ചെറുകിട കച്ചവടക്കാരെ ഒതുക്കാനായിട്ട് ചെറിയ സ്ഥാപനം ഒതുക്കാൻ വലിയ സ്ഥാപനം വന്നതുപോലെ ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇതും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. ജനങ്ങൾക്ക് സാധാരണ ഇപ്പൊ വീട്ടിലെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന വളരെ ലജ്ജാകരം എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെയധികം നന്ദി. ഷാജിയാണ് സംസാരിച്ചത് എറണാകുളത്തുനിന്നും. ഏതായാലും ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത ഊബർ ഈറ്റ്സ് കോടികൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടാക്സി പോലും ഇല്ലാതെ അത്തരത്തിലുള്ള ഓൺലൈൻ കമ്പനികൾ കോടികൾ ഉണ്ടാക്കുന്നു. ഇന്ന് നമുക്ക് ഓഫർ തരുന്നുണ്ടെങ്കിൽ, ഇന്ന് 50 രൂപയ്ക്ക് ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് നമ്മളെ ഊട്ടി പോറ്റി പരിപോഷിപ്പിക്കില്ല എന്ന് നമുക്കറിയാം. നാളെ ഇതിൻ്റെ പലിശയടക്കം നമ്മൾ തിരിച്ചു നൽകേണ്ടി വരും. അതുതന്നെയാണ് ആശങ്കയും. വിളിച്ച പ്രേക്ഷകർക്കും ഹോട്ടൽ ഉടമയ്ക്കും നന്ദി. പൊതുവേദി പൂർണ്ണമാകും.